ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മളെ മെയിൻ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റും കുറേ കാര്യങ്ങൾ ഷെയർ ആക്കാനുണ്ട് കേട്ടോ ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോസ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും കമൻ്റായിട്ട് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വ്ളോഗ്സ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ജഡ്ജ് സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ അടുത്തല്ല, നമ്മളിവിടെ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പോകണം കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ജഡ്ജസ് ആയിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായത് ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു യൂട്യൂബ് ഇങ്ങനെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് കേട്ടോ ജഡ്ജസ് ആയിട്ട് പോയിട്ടുള്ളത്. നമ്മൾ മുമ്പൊരു നമ്മളൊരു ഫാമിലി മീറ്റപ്പ് അങ്ങനത്തേതിനെല്ലാം നമ്മളിങ്ങനെ ജഡ്ജസ് ആയിട്ട് അത് പിന്നെ വലിയൊരു ഇതില്ലല്ല. പക്ഷേ ഇത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് വേറെ തന്നെ ഒരു ഒരു ഇതാണ് കേട്ടോ. നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആദ്യം വിളിച്ചു തരാൻ ഞാൻ വിചാരിച്ചു പോകണോ വേണ്ടോ രണ്ട് മനസ്സായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ എന്ത് ഫെസ്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഇങ്ങനെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലായിടത്തും പോകാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പോകാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ മെയിൻ നമ്മളെ സ്നാക്സിൻ്റെതായതുകൊണ്ട് തന്നെ കുറേ അധികം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല നാടൻ ടൈപ്പ് സ്നാക്സ് അതാക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇവിടെ കൂടുതലായിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു പിസ്സാൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, ബാവോ ബൺ പിസ്സ അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷേ അതെല്ലാം നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. പിന്നെ പ്രത്യേകിച്ച് ഇത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഹാർഡായിട്ട് ഉള്ളൊന്നും ഒരു വേവാത്തൊരു രീതിയിലായിരിക്കും ഉണ്ടാകൽ. അപ്പം ഇവിടെ ഒരുപാട് ആ ഒരു പിസ്സേൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസാണ് കേട്ടോ ഉണ്ടായത്. പക്ഷേ അതിൽ ഏതോ ഒന്നിന് ഓക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിന്. ബാക്കിയെല്ലാം നല്ലോണം തണുത്ത്. ഒന്നാമത് ഇങ്ങനത്തെ പ്രോഗ്രാമിനെല്ലാം കുറേ ടൈം കഴിഞ്ഞിട്ടില്ല നമ്മളിതെല്ലാം ചെക്ക് ചെയ്യൽ. എല്ലാത്തിനും ഒരു ടൈം ഉണ്ടാവുമല്ലോ. പിന്നെ ഇതുപോലെ കുറേ നമ്മളെ ഇറാനി പോളേൻ്റെ ആ ഒരു ടൈപ്പെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. എല്ലാതും ശരിക്കും പറഞ്ഞാൽ എല്ലാതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കും എല്ലാം ഒരുപോലെ ആയിരിക്കൂലേ സ്നാക്സിൻ്റെതെല്ലാം. പക്ഷേ എല്ലാം എല്ലാം ഇങ്ങനെ ചിക്കനും ഇതെല്ലാം ഇട്ടാലും അതെല്ലാം വേറെ തന്നെ എല്ലാം ഒരു മാറ്റം തന്നെയാണ് കേട്ടോ അതിലത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നില്ല ആ ഒരു 3 കാറ്റഗറിയിലാണ് കേട്ടോ നമ്മൾ ഇതുണ്ടായത്. അപ്പോൾ നമുക്കുണ്ടല്ലോ ലാസ്റ്റ് തേർഡ് പ്രൈസിൽ 2 ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം രണ്ടിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് നമ്മൾ നോക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതിന് കൊടുക്കും, പിന്നെ ഫോർത്ത് എന്തായാലും ഇല്ല. പക്ഷേ ഇത് ഏതിന് കൊടുക്കുന്നില്ല വലിയൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അത് ഫോർത്തിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടായിന്. പക്ഷേ മാഷാ അല്ലാ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയത്. പക്ഷേ ഇങ്ങനെ കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്തായാലും അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നില്ല ആ ഒരു കാറ്റഗറി എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളെല്ലാതിനും കൂടണം. നമുക്ക് പ്രൈസ് കിട്ടുന്നതിലല്ല വലിയൊരു കാര്യം, പക്ഷെ നമ്മളിങ്ങനെ എല്ലാവരും കൂടുന്നത് തന്നെ വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമല്ലേ. പ്രൈസ് കിട്ടലെല്ലാം ബാക്കിൽ. കാരണം അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 100 ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 2-3 ആൾക്ക് മാത്രമേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മാത്രമേ കിട്ടുമല്ലോ. പക്ഷേ നമ്മളത് കൂടിയിട്ട് നമുക്ക് ആ ഒരു അതിലെല്ലാം നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കൽ. നമുക്ക് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് അതിലെല്ലാം ഇൻക്ലൂഡായി നമ്മൾ അതിലെല്ലാം കൂടുമ്പോൾ നമുക്കത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ജഡ്ജസായിട്ട് പോയൊരു മൊമെൻ്റാണ് കേട്ടോ. കാരണം നിങ്ങളെ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാനുള്ള അവസരം തന്നെ എനിക്ക് കിട്ടിയിട്ടില്ലത്. കാരണം ഞാൻ ഏടിയില്ലാത്തൊരു ഏടിയോ ഉണ്ടായ ഞാൻ യൂട്യൂബും കാര്യങ്ങളും ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ടാണല്ലോ എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തത്. അപ്പം അതെന്തായാലും നിങ്ങളാണ് എന്നെ ഇത്രയും ഒന്നുമില്ലെങ്കിലും ഇത്രയും സബ്സ്ക്രൈബറും അതുപോലെ തന്നെ ഇത്രയും ഈ ഒരു നിലയിൽ എത്തിച്ചത് എന്തായാലും
നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഗിവ് അവേ എന്തായാലും ചെയ്യണമെന്ന്. അപ്പം എന്തായാലും നമുക്ക് ഗിവ് അവേയും കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം തരണം എന്നെല്ലാം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വ്ളോഗ് നല്ല കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗിവ് അവേയും കാര്യങ്ങളെല്ലാം ചെയ്യാനൊരു എന്താ പറയുക ഒരു ഇത് കിട്ടൽ. പക്ഷേ ഇത് ഞാനിപ്പം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എപ്പം, അതായത് ചിലപ്പോൾ ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ നാളെയും 2-3 ദിവസത്തേക്ക് പിന്നെ ഞാനങ്ങ് ലീവ് എടുത്ത പോലെ ഒരു പോക്കാനുണ്ടായാൽ. കാരണം എനിക്ക് എന്തെല്ലോ തിരക്കും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഞാൻ പിന്നെ നമ്മളെ ഗിവ് അവേയിൽ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ അതിനായിട്ടൊരു ടൈം കണ്ടെത്തിയിട്ട് എന്തായാലും നമുക്ക് ഗിവ് അവേയും കാര്യങ്ങളെല്ലാം വെക്കണം. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് തരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാ. എന്തായാലും അതിനും കൂടി എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമുക്കിവിടെ ചെറിയൊരു പാർട്ടി ഉണ്ട് കേട്ടോ. പാർട്ടി മീൻസ് ചെറിയൊരു സൽക്കാരം, അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല, ചെറിയൊരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. കാരണം നമ്മളിവിടെ എൻ്റെ ഒരു കസിൻ ഇതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ വരുന്നത് പെട്ടെന്നായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായത്. പക്ഷെ ആ ഒരു ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കുറേ ഐറ്റംസ് ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ നല്ല രീതിയിലെല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പുഡിങ്ങും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ വൈകുന്നേരം പെട്ടെന്ന് റെഡിയാക്കി എടുത്തൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കൊരു 2.5 കപ്പോളം മിൽക്ക്, അതുപോലെ തന്നെ ഒരു 2-3 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഇത്. കാര്യം എന്താണ് ഗസ്റ്റ് വരുന്നതിൻ്റെ അന്ന് ഞാൻ വൈകുന്നേരം ആക്കിയതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. പെട്ടെന്നായാലും നല്ല ടേസ്റ്റാണ്, നമ്മൾ കഴിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു 15 ഗ്രാമോളം ചൈന ഗ്രാസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് മിൽക്കിലേക്ക്. അപ്പോൾ ഇതൊരു വലിയൊരു പീസ് ചൈന ഗ്രാസാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സെൻറ്ററിൽ നിന്ന് കട്ടാക്കിക്കൊണ്ടാണ് ഞാനങ്ങനെ അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് സോക്കാകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ എന്താ പറയുക ചൈന ഗ്രാസ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഇത് പെട്ടെന്ന് തിളക്കുമ്പം വേഗത്തിൽ നമുക്ക് സെറ്റായി കിട്ടൽ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് എന്താണ് നമ്മളെ കസ്കസ് ഉണ്ടല്ലോ, ഈ കസ്കസാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഉള്ളത് കേട്ടോ ഈ ഒരു പുഡിങ്ങിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ കസ്കസ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിംഗ് എല്ലാം സെറ്റായിരുന്ന ടൈമിൽ തന്നെ നമ്മളെ കസ്കസും ഒന്ന് റെഡിയായി വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജലാറ്റിനി ചൈന ഗ്രാസ് അങ്ങനത്തെ ഒന്നും യൂസ് ആക്കാണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് ചൈന ഗ്രാസ് ആഡ് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രം. പിന്നെ എല്ലാ ഓരോരോ പുഡിങ്ങും ഓരോരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവല്. ഇനിയിപ്പോൾ ഇത് നമ്മളെ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ എണ്ണയിലേക്ക് നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ, 2 പീസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ സൈഡ് കളയണമെന്നൊന്നുമില്ല, കളഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡിലേക്ക് ആക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് മൊത്തത്തിൽ അതിൽ തന്നെ ഒന്ന് മിക്സായി വരും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ബ്രെഡ് നമുക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു വിസ്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കുറച്ചും കൂടി നല്ലത് ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് നമ്മളെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ 2 ടീസ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായത്. അപ്പം മധുരം നല്ല പോലെ വേണം കേട്ടോ ഈ ഒരു പുഡിങ്ങിൽ, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായാൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു മിൽക്ക് മെയ്ഡെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചൂടാകുമ്പം തന്നെ നമ്മൾ ആ ഒരു ബ്രെഡെല്ലാം നല്ല സോഫ്റ്റായിട്ട് അതിൽ തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത്.
ഇനിയിപ്പോൾ ഇത് ആ ഒരു മിക്സ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ, ഒന്ന് അലിയിച്ച് നല്ല റെഡിയാക്കി എടുക്കാനുണ്ട്. അതുപോലെ തന്നെ എന്നോട് അധികം ചോദിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിലാണോ എല്ലാം നമ്മൾ ചെയ്യലെന്ന്. ഞാനെല്ലാം അതിൽ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാം ആക്കൽ. പ്രത്യേകിച്ച് ഇവിടെ സോളാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും പകൽ ടൈമെല്ലാം ആക്കുമ്പോൾ എല്ലാം ഇതിൽ തന്നെയാണ് കേട്ടോ ആക്കൽ. അപ്പം അത്ര വലിയ ഇതൊന്നും വരില്ല നമുക്ക്. അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ചൈന ഗ്രാസ് ഇതുണ്ടല്ലോ, അപ്പോൾ ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ അതിൻ്റെ ആ ഒരു തെരിതെരിയെല്ലാം അതിലുണ്ടാവും അരിപ്പയിലേക്ക് തന്നെ, കണ്ടില്ലേ. ചില ആൾക്കാരെല്ലാം അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം ആ ഒരു ഐറ്റം നമ്മൾ കഴിക്കുന്ന ടൈമിൽ എന്തായാലും നമ്മളെ വയറ്റിലേക്ക് അങ്ങനെ തന്നെ പോകില്ലേ. അപ്പം അതിനേക്കാളും കുറച്ചും കൂടി, പ്രത്യേകിച്ച് ഈ ജലാറ്റിനും ചൈന ഗ്രാസൊന്നും അധികം കഴിച്ചുവിടാന്നാണ് പറയില്ല. പക്ഷേ എപ്പോഴെങ്കിലും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതുപോലെ നമ്മൾ അരിച്ചിട്ടെല്ലാം ചേർത്ത് ആ ഒരു രീതിയിൽ തന്നെ ആക്കുന്നതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഈ ഒരു കസ്കസിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് തണുത്ത ഒരു സെറ്റായി വരുന്നതേ ഉണ്ടായിട്ടും. പക്ഷേ ഞാൻ എന്താക്കി, മറ്റേ കസ്കസ് ഫുള്ള് ഇതിലേക്ക് അങ്ങനെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് അധികം തന്നെ കസ്കസ് വേണം കേട്ടോ. അതായത് നമ്മൾ ഒരു ലെയറായിട്ട് ഇത് കസ്കസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കഴിക്കുമ്പം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കരിക്കിൻ്റെ ആ ഒരു പുഡിങ്ങില്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാം ഏകദേശം ആ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. നമ്മൾ ബ്രെഡും ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് ഗസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ഞാനിത് നേരെ ഫ്രീസറിലേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചില ആൾക്കാരെല്ലാം തലേന്നേ എല്ലാം ആക്കി, ഞാനും തലേന്ന് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നേരത്തെ എല്ലാം ആക്കിയാൽ നമുക്ക് ഇതില്ലേ എല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിലും ആ ഒരു അരമണിക്കൂറെങ്കിലും മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നല്ല തണുത്ത് റെഡിയായി കിട്ടും. പിന്നെ അതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നേരെ താഴത്തെ ആ ഒരു സെക്ഷനിൽ എടുത്ത് വെക്കണം കേട്ടോ പുഡിങ്. പിന്നെയും കുറേ ടൈം ഫ്രീസറിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുഡിങ് കഴിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരെ ആ ഒരു താഴത്തെ സെക്ഷനിൽ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പുഡിങ് നല്ല സെറ്റായി കിട്ടും ആ ഒരു കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് ഞാനും ഉമ്മാവും കൂടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന്. പക്ഷേ ആ ഒരു ടൈമിലൊന്നും പിന്നെ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം എല്ലാവർക്കും അറിയാം, നമ്മളെടുത്ത് പെട്ടെന്നെല്ലാം ഗസ്റ്റ് വരുന്നതെന്ന് പറയുമ്പം നമ്മളെല്ലാം ഒരു ചടപടാന്ന് പറഞ്ഞൊരു ഹറിബറി ആയിട്ടുള്ളൊരു ടൈമാണത്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ആ ഒരു പുഡിങ് ആക്കുന്ന മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇല്ലേ ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസൊന്നും ഞാൻ പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ട. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയൊരു ഗ്രീൻ ടീ പോലെ കുടിച്ചതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബോക്സിൽ. അപ്പോൾ ഇതിലൊരു മസാല ചായ, തുളസി, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ഒരു ചായ കുടിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നാക്കി കുടിച്ചതായിരുന്നു. കാരണം കുറേ നേരമായി കേട്ടോ ഞാൻ കിച്ചണിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഒരുപാട് പണികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഏകദേശം ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ അവരെ വെയിറ്റാക്കി നിൽക്കലാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഫാത്തിമാക്ക് നമ്മളിങ്ങനെ എവിടെയോ പോകുന്നതെന്നാണ് കേട്ടോ അവളെ വിചാരം. അവളൊന്ന് റെഡിയാക്കിയാൽ, പ്രത്യേകിച്ച് ഈ ഹെയർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അവൾ പിന്നെ തലക്കുന്ന അങ്ങനെ ഊരുവൊന്നും ഇപ്പം ഇതുവരെ അങ്ങനെ ഊരിക്കളയുന്ന ആ ഒരു സ്വഭാവമൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ എപ്പോൾ ഈ ഹെയർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അവരെ ഒന്നും തലക്ക് വെച്ചക്കൂല, എല്ലാം ഊരിക്കളയണം. എന്നാൽ എൻ്റെ ആയുഷ്മെല്ലാം അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്. എന്ത് തലക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നോക്കുക അതെല്ലാം ഊരിയിട്ട് കൈമ പിടിക്കണം. പക്ഷേ ഫാത്തിമ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇതുവരെ. കാരണം ഹെയർ ബാൻഡ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഓള് ഊരുകയോ ചെയ്യില്ല. നമ്മൾ എവിടെയെങ്കിലും പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അത് തൊടുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മളെ പുരക്ക്, അതായത് നമ്മളെ പുരക്കെത്തിയ ആ ഒരു ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഹെയർ ബാൻഡും ഷൂസും എല്ലാം സ്വന്തം തന്നെ ഊരുന്നതെല്ലാം കാണലുണ്ട്. അപ്പോൾ ഇവള് വിചാരിച്ച് നമ്മൾ എവിടെയോ പോകാനായിട്ട് അവളെ റെഡിയാക്കിയതാണെന്നുള്ള രീതിയിൽ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൂപ്പർ കുറേ നേരം ഇങ്ങനെ അനങ്ങാതിരുന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നില്ല പ്രതീക്ഷയിൽ. പക്ഷെ എവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേ സമയം കിട്ടുക കേട്ടോ കളിക്കുക. പിന്നെ അവർ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിന് വരാനായിട്ട്. അപ്പം ഇവളെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളം
ബഹളമെല്ലാം ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഓളെ ഉറക്കാതെ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ഉണ്ടല്ല എന്താ പറയുക, ഞാൻ മുന്നേ അതായത് ആയിഷ ഈ ഒരു പ്രായത്തിൽ ഇതേപോലെ നമ്മളടുത്ത് ഗസ്റ്റും ആളെല്ലാം ഇങ്ങനെ ഗസ്റ്റെല്ലാം വരുന്ന ടൈമിൽ ഇതുപോലെ സ്റ്റെപ്പും ഇരുന്നിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു 3-4 വർഷം മുന്നേ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിന്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പം വേറെയും 2-3 ഗുണങ്ങളുണ്ട്. അതായത് നമ്മളെ മക്കൾസിൻ്റെ വീഡിയോസ് എല്ലാം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലാകുമ്പോൾ എന്തായാലും അത് സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമ്മൾ ഒരുപാടാകുമ്പോൾ പിന്നെ മനസ്സോടെ കുറേ ഡിലീറ്റ് ആക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ വ്ളോഗിലെല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആയിഷുവല്ല ഇപ്പോൾ ആ ഒരു ചെറുപ്പത്തിൽ ഈ ഒരു പ്രായത്തിലുള്ള ആ വീഡിയോസെല്ലാം ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബിൽ 2 ഗുണം. അത് ഇതേപോലെയായിരുന്നു കേട്ടോ ഞാൻ ആയിഷുവിൻ്റെ ആ ഒരു കുഞ്ഞപ്പുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പണ്ട് ഇതേപോലെയായിരുന്നു ആയിഷു ഇരുന്നിട്ട് ഇതേപോലെ കളിച്ചതും എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവരെ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളും ഫ്രീ ആയി, കാരണം അപ്പം തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ആക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ ഗസ്റ്റെല്ലാം വന്ന് പിന്നെ അവർക്ക് വെള്ളമെല്ലാം കൊടുത്ത് പിന്നെ അവരുമായിട്ട് കുറേ സംസാരിച്ച് അങ്ങനെ ഒരുപാട് ടൈം അങ്ങനെ പോയി. ഇനിയിപ്പോൾ ഫുഡെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കലാണ്. അപ്പോൾ ഞാൻ ഫുഡ് ഇതൊന്നും ആക്കുന്നതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം വീഡിയോസെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ചടപടാന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പൊറോട്ടയാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ പൊറോട്ട ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് പൊറോട്ട അങ്ങനെ ആർക്കും അങ്ങനെ വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. ഇടാന്നല്ല, നമ്മളാരും അങ്ങനെ പൊറോട്ട ആയിട്ട് അങ്ങനെ കഴിക്കലില്ല. പക്ഷേ ഞാനെപ്പോഴും വിചാരിക്കും കേട്ടോ പൊറോട്ട എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. പിന്നെ ഇവിടെ നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ ഗസ്റ്റെല്ലാം വരുന്ന ടൈമിൽ നമ്മളിങ്ങനെ കോയിൻ പൊറോട്ട ആയിട്ട് അങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ നമ്മളടുത്തുനിന്ന്. അപ്പോൾ ഇത് പിന്നെ ഞാനിതിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഉമ്മാനോട് പറയും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ എന്തായാലും ഒന്ന് നോക്കണേനും, കാരണം പൊറോട്ട മാത്രമേ ഇനി ഉണ്ടാക്കാത്തതില്ലൂ. പിന്നെ പൊറോട്ടനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് പൊറോട്ട ആക്കണം എന്നിങ്ങനെ തോന്നാത്തത്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും വരുന്ന ടൈമിൽ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറയും പൊറോട്ട നമുക്ക് തന്നെ ഉണ്ടാക്കിയേനെ. പക്ഷേ നമ്മൾ ഇതുവരെ ഞാൻ പൊറോട്ട ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്താ നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം ഇതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറുമക്കറീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കുറുമക്കറി. നമ്മളെ പൊറോട്ട, ചപ്പാത്തി, ബട്ടൂറ അങ്ങനത്തെ അതിൻ്റെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കുറുമക്കറിയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം ടേബിൾ മേലെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ് കേട്ടോ നെക്സ്റ്റ് പണി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിലുണ്ടല്ലോ ഞാൻ മുന്നേ നമ്മളെ റീച്ചായ ആ ഒരു ടൈമിലെല്ലാം കൂടുതലായിട്ട് ഈ ഒരു സൽക്കാരം തക്കാരം ഇങ്ങനെ ഫുഡിൻ്റെ മെയിനായിട്ട് അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു കേട്ടോ എല്ലാം റീച്ചായിട്ടുണ്ടായത്. പക്ഷേ ഇപ്പോൾ കുറേ ആയി കേട്ടോ ഇങ്ങനത്തെ നല്ല സൽക്കാരവും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. പിന്നെ കുറേ അധികം ഉണ്ടാകലുണ്ട്, പക്ഷേ എല്ലായിടത്തും എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും ഇപ്പം പറ്റലില്ല കേട്ടോ. അതായത് ഞാനിപ്പോൾ അങ്ങനെ വലിയ ഇതിനൊന്നും ഇങ്ങനെ കുക്കിങ്ങിലേക്കൊന്നും അങ്ങനെ ഓവറായിട്ട് ഇറങ്ങുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ പിന്നെയും എല്ലാം ആക്കലും. ഇല്ലെങ്കിൽ ഞാൻ കൂടുതലും നമ്മളെ മക്കൾസിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഉണ്ടാകൽ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവർ അപ്പുറത്തേക്ക് എടുക്കും പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അതെങ്ങനെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്. കാരണം ഞാൻ മുന്നേ വീഡിയോസെല്ലാം അതായത് പുഡിങ്ങിൻ്റെ എല്ലാം കാണിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ലാസ്റ്റ് കട്ട് ചെയ്യുന്നതും കൂടി കാണിക്കുക, അത് ഒന്ന് എടുക്കുന്നത് കാണിക്കുന്ന കുറേ കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് ടൈം നമ്മൾ അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇപ്പുറത്ത് നിന്ന് അത് കട്ടാക്കാലും അത് സ്പൂൺ കൊണ്ടെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരു ബോറല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്നേരം പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അങ്ങനെ ഇപ്പോൾ ഇതാ അവരങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറേ ടൈം നമ്മളെടുത്തുണ്ടായിന് കേട്ടോ അവർ. അന്നത്തെ ദിവസം നല്ല മഴയുമായിരുന്നു കേട്ടോ. ഇല്ലത് ശരിക്കും ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് ഏകദേശം 2 മാസം ആകാനായി കേട്ടോ. അപ്പോൾ അതാണ് മഴയിൽ. ഇപ്പം മഴയെല്ലാം പോയിട്ട് നല്ല വെയിലും
രാവിലെ കുറച്ച് തണുപ്പും പിന്നെ വെയിലെല്ലാം ആയില്ലേ. അപ്പോൾ അതാണ് നമ്മളെ ക്ലൈമറ്റെല്ലാം ചേഞ്ച് ആകും തോറും നമുക്കെല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് അവരെല്ലാം പോയി, പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ മൊത്തത്തിൽ പാത്രങ്ങൾ ഇതെല്ലാം കഴുകി മൊത്തം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചൺ. പിന്നെ നമ്മൾ പാത്രം എല്ലാം കഴുകിയിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. കാരണം നമ്മളെല്ലാം നല്ല രാവിലത്തേക്ക് നല്ല പോലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി പിന്നെ നമുക്ക് എടുത്തു വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് ചെറിയൊരു പീസ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയിൽ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിട്ട് കേട്ടോ പുഡിങ്. അപ്പം നല്ല